സിനിമാ തിയേറ്ററിൽ ആളുകൾ സീറ്റുകളിൽ കയറിയിരുന്നു. ലൈറ്റുകൾ സാവധാനം മങ്ങി. തിയേറ്റർ ഇരുട്ടിലായി. തിയേറ്റർ പ്രൊജക്ഷൻ സിസ്റ്റം വലിയ സ്ക്രീനിൽ ചിത്രം തെളിയിച്ചു. സിനിമ തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് പരസ്യങ്ങളും ട്രെയിലറുകളും ഓട്ടി. അതിനുശേഷം ഒരു ചെറുപ്പക്കാരൻ വെള്ള പശ്ചാത്തലത്തിൽ ഒരു കസേരയിലിരുന്ന് നിഴൽ രൂപമായി സ്ക്രീനിൽ തെളിഞ്ഞു. സ്റ്റുഡിയോ ലൈറ്റുകൾ അവന്റെ നേർക്ക് മിന്നി. ഹായ്, ഞാൻ ശരത് ചന്ദ്ര. അടുത്ത കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും എൻ്റെ സ്വന്തം കഥയുടെ വിവരണമായിരിക്കും. എൻ്റെ ജീവിതയാത്രയിലേക്ക് ഈ വലിയ വെളുത്ത സ്ക്രീനിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ഇവിടെ വന്നത് ഒരു രസകരമായ അനുഭവത്തിന് വേണ്ടിയാണ്. നിങ്ങൾ തിയേറ്റർ വിടുമ്പോഴേക്കും അത് നൽകാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളുടെ സിനിമാനുഭവം നശിപ്പിക്കാതിരിക്കാൻ മൊബൈൽ ഫോൺ സൈലന്റിൽ ഇടുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പെൺകുട്ടികളിൽ നിന്ന് കുറച്ച് നിരസനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഒരുപാട്. നമ്മുടെ സമൂഹത്തിൽ ഒരു ആൺകുട്ടിക്ക് തൻ്റെ വികാരങ്ങൾ ഒരു പെൺകുട്ടിയോട് തുറന്നു പറയുന്നത് എത്ര വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. ചിലർ അവരുടെ വികാരങ്ങൾ പൂർണ്ണമായും ഒതുക്കി വെക്കുന്നു. മറ്റുള്ളവർ നിരസിക്കപ്പെട്ടതിന് ശേഷം ദുരിതമനുഭവിക്കുന്നു. പ്രണയത്തിലെ നിരസനത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അതിന്റെ ഭയത്തെ സാധാരണമാക്കുന്നതിനെക്കുറിച്ചും എൻ്റെ കഥ നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ച നൽകും. എന്നാൽ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്നെക്കുറിച്ച് കുറച്ചുകൂടി പങ്കുവയ്ക്കാം. അതെന്നെ നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇന്ത്യയിലെ ഒരു ടയർ 2 നഗരമായ ഭുവനേശ്വറിൽ ഒരു സാധാരണ തെലുങ്ക് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എന്നോടൊഴികെ മറ്റുള്ളവരുമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നു. എല്ലാവരും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഞാൻ ഒറ്റയാനാണ്. എനിക്കും സംസാരിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ചില കൂട്ടങ്ങളിൽ മാത്രം അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ എത്ര സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിലും ഒറ്റയ്ക്ക് സമയം ചിലവഴിച്ചാണ് ഞാൻ എൻ്റെ ഊർജം നേടുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ ഭൂരിഭാഗവും എൻ്റെ മനസ്സിൽ എന്നെ തന്നെ രസിപ്പിച്ച് ഞാൻ ജീവിക്കുന്നു. കഥ മുന്നോട്ട് പോകുമ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ആമുഖങ്ങളില്ലാതെ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷം മുതൽ ആരംഭിക്കുന്ന എൻ്റെ ജീവിതയാത്രയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. എൻ്റെ കോളേജ് പ്രണയം ഒരു നിർണായക തീരുമാനം. എൻ്റെ ജന്മദിനം 3 ദിവസത്തിനപ്പുറം അടുത്ത തിങ്കളാഴ്ചയായിരുന്നു. കോളേജിൽ ഞാൻ ആഘോഷിക്കുന്ന അവസാനത്തെ ജന്മദിനമായിരിക്കും അത്. പക്ഷേ മുൻപ് ആഘോഷിച്ച മറ്റ് ജന്മദിനങ്ങൾ പോലെയൊരു സാധാരണ ദിവസമായി അത് മാറാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു പെൺകുട്ടിയുമായി ഞാൻ അഗാധമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ അവളോട് എൻ്റെ വികാരങ്ങൾ തുറന്നു പറയാൻ എനിക്ക് ഒരിക്കലും ധൈര്യം ലഭിച്ചിരുന്നില്ല. എൻ്റെ ജന്മദിനം അവളുടെ കാമുകനായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കൂട്ടമായി സമയം ചെലവഴിക്കുന്നതിനോട്, പ്രത്യേകിച്ചും ധാരാളം പെൺകുട്ടികളുള്ള ഗ്രൂപ്പുകളോട് എനിക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നതിനാൽ വലിയ ഗ്രൂപ്പുകളിൽ കറങ്ങി നടക്കുന്ന ഒരു കൂൾ ഗൈ ആയിരുന്നില്ല ഞാൻ. വ്യക്തിഗതമായി ആരുമായും പെൺകുട്ടികളുമായി പോലും നല്ല സംഭാഷണം നടത്താൻ എനിക്ക് കഴിയുമായിരുന്നുവെങ്കിലും അവളുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ എനിക്ക് മുൻപൊരിക്കലും അവസരം ലഭിച്ചിരുന്നില്ല. അങ്ങനെയൊന്ന് ഉടൻ സംഭവിക്കുമെന്നോ ബിരുദം നേടുന്നതിന് ശേഷമുള്ള ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്നോ എനിക്ക് പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കോളേജിന് ശേഷം അവളെ ഞാൻ ഒരിക്കലും കാണില്ല. ഒരേ സുഹൃത് വലയത്തിൽ അവളോടൊപ്പം സമയം ചെലവഴിക്കുന്ന കാര്യം പറയുകയും വേണ്ട. ഞങ്ങൾ ബിരുദം നേടുന്നതിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ ചിന്തിച്ചു. ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ ആവർത്തിച്ച് ഓടിക്കൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്തോറും എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ അവളെ പോകാൻ അനുവദിക്കുന്നതിലുള്ള എൻ്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. എൻ്റെ ജന്മദിനത്തിന് മുൻപ് ഇത് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. അതിനാൽ അതിനു പറ്റിയ നല്ല ദിവസവും സമയവും ഞാൻ ആലോചിച്ചു. സംസ്ഥാന വ്യാപകമായ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ഞങ്ങളുടെ കോളേജ് ശനിയാഴ്ച അടച്ചിടും. തിങ്കളാഴ്ച വീണ്ടും കാണുന്നതിന് മുൻപ് കോളേജിൽ അവളെ കാണാൻ കിട്ടുന്ന ഒരേയൊരു ദിവസം ഈ വരുന്ന വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കി. വെള്ളിയാഴ്ച എൻ്റെ പ്രണയം അവളെ അറിയിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച എൻ്റെ ജന്മദിനത്തിൽ അത് ചെയ്യേണ്ടി വരും. എൻ്റെ ജന്മദിനത്തിൽ എൻ്റെ വികാരങ്ങൾ തുറന്നു പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് ഞാൻ ചിന്തിച്ചു. അവളിൽ നിന്ന് വരാനിടയുള്ള എല്ലാത്തരം നിരസനങ്ങളെയും അപമാനങ്ങളെയും കുറിച്ച് ഞാൻ ചിന്തിച്ചു. ആ കാഴ്ചകൾ എൻ്റെ നട്ടെല്ലിലൂടെ ഒരു ഭീകരമായ മിന്നൽ പായിച്ചു. അത് ഓർത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഊർന്നിറങ്ങാൻ തുടങ്ങി. എൻ്റെ ജന്മദിനത്തിൽ അവളോട് പ്രപ്പോസ് ചെയ്യുന്നത് ഒരു മികച്ച ആശയമല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തിങ്കളാഴ്ച എന്ന ആശയം ഞാൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. വെള്ളിയാഴ്ച തന്നെ അത് ചെയ്യാനുള്ള ഏക വഴി എന്നെ ചിന്തയിലാഴ്ത്തി. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവളോട് എൻ്റെ വികാരങ്ങൾ തുറന്നു പറയാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ദൃഢനിശ്ചയത്തിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി അടുത്ത ദിവസം സംഭവിക്കാനിടയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകൾ എൻ്റെ മനസ്സിനെ ഗ്രസിച്ചു. എന്താണ് ശരിയാകാൻ സാധ്യതയുള്ളതെന്നും തെറ്റാകാൻ സാധ്യതയുള്ളതെന്നും ഞാൻ മുൻകൂട്ടി കണ്ടു. കൂടുതലും രണ്ടാമത്തേതായിരുന്നു. ഒരു നിരസനത്തിന് ശേഷം ഒരാൺകുട്ടി നേരിടുന്ന എല്ലാത്തരം അപമാനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നെഗറ്റീവ് സാഹചര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചതിനാൽ എനിക്ക് വയറുവേദന തുടങ്ങി.
ക്രമേണ ഓക്കാനത്തിന്റെ ഒരു തരംഗം എന്നെ വിഴുങ്ങി. പക്ഷേ ഭാഗ്യവശാൽ ഛർദ്ദിക്കാതെ ഞാൻ എന്നെ തന്നെ എങ്ങനെയോ പിടിച്ചു നിർത്തി. അന്ന് രാത്രി ഞാൻ കഷ്ടിച്ചാണ് ഉറങ്ങിയത്. എന്റെ മനസ്സ് നെഗറ്റീവ് സാഹചര്യങ്ങൾ ആവർത്തിച്ച് ഓടിച്ചുകൊണ്ടിരുന്നു. എന്റെ അമിതമായി ചിന്തിക്കുന്ന മനസ്സിനെ നിർത്താൻ ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ ശ്രമങ്ങൾ പാഴായി. ഒരു രാത്രി ഇത്രയും നീണ്ടതാണെന്ന് ഞാൻ മുൻപ് ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. 2 തവണ ശുചിമുറിയിൽ പോയതൊഴിച്ചാൽ ഞാൻ രാത്രി മുഴുവൻ സീലിംഗ് ഫാനിലേക്ക് നോക്കിക്കിടക്കുകയായിരുന്നു. എങ്ങനെയോ ആ രാത്രി കടന്നുപോയി. രാവിലെ അമിതമായി ചിന്തിച്ചതിൻ്റെയും ഉറക്കമില്ലാത്ത രാത്രിയുടെയും സംയോജിത ഫലം എൻ്റെ തലച്ചോറിനെ ബാധിച്ചു. എനിക്ക് നേരിയ തലവേദന വന്നു. എൻ്റെ ചിന്തകൾ അവ്യക്തമായിരുന്നു. മാനസികമായി മന്ദതയും തോന്നി. അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള എൻ്റെ ആശയത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ടായിരുന്നു. അത് അത്ര വിവേകമുള്ള ആശയമായി തോന്നുന്നില്ലായിരുന്നു. എൻ്റെ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഒരു വേള ഞാൻ ചിന്തിച്ചു. പക്ഷേ ഒടുവിൽ എൻ്റെ പദ്ധതിയുടെ ഗതി പിന്തുടരാൻ തന്നെ ഞാൻ എങ്ങനെയോ ഉറച്ചു നിന്നു. അടുത്ത ദിവസത്തിനായി ഞാൻ ഒരുങ്ങാൻ തുടങ്ങി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ എൻ്റെ താടിയെല്ലിന് ചുറ്റും വൃത്തിയില്ലാത്ത താടി കണ്ടു. അത് എൻ്റെ മുഖം അലങ്കോലമായി കാണിച്ചു. അതിനാൽ ഞാൻ അത് ശ്രദ്ധയോടെ ഒഴിവാക്കി. ക്ലീൻ ഷേവ് ചെയ്തത് എൻ്റെ രൂപം അത്രയധികം മെച്ചപ്പെടുത്തിയില്ലെങ്കിലും അതെൻ്റെ ശുചിത്വത്തിൽ ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നു എന്നൊരു ധാരണ നൽകി. പിന്നീട് ഞാൻ എൻ്റെ പ്രഭാതകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കുളിമുറിയിലേക്ക് പോയി. ഞാൻ ടോയ്ലറ്റ് സീറ്റിലിരിക്കുമ്പോൾ അന്ന് പിന്നീട് എടുക്കാൻ പോകുന്ന വലിയ ചുവടുവെപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ യെസ് കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. പെൺകുട്ടി ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. അതിനാൽ 2 ഫലങ്ങൾക്കും സാധ്യത തുല്യമാണ്, അല്ലെങ്കിൽ 50%. എന്നാൽ തങ്ങളുടെ ക്രഷിനോട് പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപ് ആൺകുട്ടികളോട് ചോദിച്ചാൽ മിക്കവരും സാധ്യത 100%ആണെന്ന് പറയും. തീർച്ചയായും നോ കിട്ടാനുള്ള സാധ്യത. ഞാൻ ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. എന്നിരുന്നാലും ആ ചിന്ത എന്നെ അല്പം പോലും ഭയപ്പെടുത്തിയില്ല. കാരണം ഞാൻ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും സുഖപ്രദമായ ഇരിപ്പിടമായിരുന്നു. കണ്ണുകളടച്ച് ഞാൻ സമാധാനപരമായി കാര്യം സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറി. പതിവിലും കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ നിന്നു. ഭീകരമായ ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം ഉന്മേഷം തോന്നാൻ ധാരാളം ഷാംപൂവും സോപ്പും ഉപയോഗിച്ചു. കുളി കഴിഞ്ഞ് ശരീരം തുടച്ചപ്പോൾ ആ പ്രത്യേക ദിവസത്തേക്ക് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. ഒരു നിമിഷം അന്നേ ദിവസം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ എന്ത് ധരിക്കുന്നുവെന്നത് ഫലത്തിന് അപ്രസക്തമായിരിക്കുമെന്ന് ഞാൻ കരുതി. അവൾക്ക് എന്നോട് എന്തെങ്കിലും വികാരങ്ങളുണ്ടെങ്കിൽ അവളുടെ മറുപടി യെസ് എന്നായിരിക്കും. ഒരു മോഡലിനെ പോലെ വസ്ത്രം ധരിക്കുന്നത് അവളുടെ മറുപടി മാറ്റില്ലെന്ന് ഉറപ്പാണ്. മാത്രമല്ല, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നത് എൻ്റെ സ്വന്തം പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കും. അതെന്നെ കൂടുതൽ പരിഭ്രാന്തനാക്കും. അതിനാൽ അവസാനം ഞാൻ മറ്റ് ദിവസങ്ങളിലെ പോലെ തന്നെ വസ്ത്രം ധരിച്ചു. കൂടുതൽ ആത്മവിശ്വാസം തോന്നാൻ ഞാൻ ശരീരത്തിൽ കുറച്ച് ഡിയോഡറൻറ്റ് സ്പ്രേ ചെയ്തു. കോളേജിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് കണ്ണാടിയുടെ മുൻപിൽ വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ കുറച്ച് തവണ പരിശീലിച്ചു. പെട്ടെന്ന് അവളോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒരു ചുവന്ന റോസാപ്പൂവ് നൽകുന്നതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്ത കടന്നുപോയി. ആ ചിന്ത തന്നെ എന്നെ ചുവപ്പിച്ചു. എൻ്റെ മുഖത്ത് ഒരു വലിയ ചിരി വിരിഞ്ഞു. തലേ ദിവസം അവളോട് പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം എൻ്റെ ആദ്യത്തെ ചിരി അതായിരുന്നു. ആ ചിരി എന്നിൽ നിന്ന് കുറച്ച് സമ്മർദ്ദം കുറച്ചു. കണ്ണാടിയിൽ നോക്കി കുറച്ചുനേരം ഞാനൊരു ചുവന്ന റോസാപ്പൂവിനെ കുറിച്ചുള്ള ആശയം ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അത്ര റൊമാൻറ്റിക് ടൈപ്പ് ആളല്ല. ഞാൻ റൊമാൻറ്റിക് ആണെന്ന് നടിക്കുകയാണെങ്കിൽ അത് വ്യാജമായി തോന്നും. ഇപ്പോൾ ഞാൻ കഴിയുന്നത്ര ലളിതമായി പ്രത്യക്ഷപ്പെടണം. ഒരുപക്ഷെ അവൾ യെസ് പറഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ കാണാൻ നന്നായിരിക്കുന്നുവെന്ന് സ്വയം ഉറപ്പുവരുത്തിയ ശേഷം കണ്ണാടിയിൽ നോക്കി എല്ലാ ഭാവുകങ്ങളും നേർന്നു കോളേജിലേക്ക് പുറപ്പെട്ടു. മാനസികമായി തയ്യാറാകാൻ ആദ്യത്തെ ക്ലാസ്സിന് അരമണിക്കൂർ മുൻപ് ഞാൻ കോളേജിലെത്തി. വേഗത്തിൽ എൻ്റെ ക്ലാസ് മുറിയിലേക്ക് ഞാൻ പതുക്കെ നടന്നു. അവിടെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് എനിക്ക് കുറച്ച് ആശ്വാസം നൽകി. ഞാൻ എൻ്റെ പതിവ് ഡെസ്കിലിരുന്ന് കുറച്ച് നീണ്ടതും ആഴത്തിലുള്ളതുമായ ശ്വാസമെടുത്തു. കണ്ണടച്ച് ഞാൻ എൻ്റെ വികാരങ്ങൾ ശ്രദ്ധിച്ചു. എനിക്ക് ആവേശം കുറവും അസ്വസ്ഥത കൂടുതലുമായിരുന്നു. എൻ്റെ പരിഭ്രാന്തി ഇല്ലാതാക്കാൻ എൻ്റെ ആന്തരിക വികാരങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നിസ്സാരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അതിനു പകരം എനിക്ക് കൂടുതൽ പരിഭ്രാന്തി തോന്നി. കാരണം ഞാൻ അവളെ ഇതിനകം പലതവണ മനസ്സിൽ പ്രപ്പോസ് ചെയ്തിരുന്നു. എൻ്റെ മനസ്സിൽ ഓരോ തവണയും ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവളുടെ വലിയ കണ്ണുകൾ ഞെട്ടലിൽ കൂടുതൽ വലുതായി. മുൻപ് ഞാൻ കണ്ട ഒരു ഡോക്യുമെന്ററിയിൽ ഒരു പ്രമുഖ ഐവി ലീഗ് പ്രൊഫസർ പറഞ്ഞിരുന്നു, ഐൻസ്റ്റീന്റെ തലച്ചോറ് സാധാരണ തലച്ചോറിനേക്കാൾ 15% വലുതായിരുന്നു. അവളുടെ കണ്ണുകൾ സാധാരണ കണ്ണുകളേക്കാൾ എത്ര വലുതാണെന്ന് നിർണ്ണയിക്കാൻ അവളുടെ കണ്ണുകളിൽ സമാനമായ ഒരു പഠനം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ സത്യം ചെയ്യുന്നു, അവളുടെ കണ്ണുകളെ പേടിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് അവളെ വളരെ മുൻപേ എൻ്റെ വികാരങ്ങൾ അറിയിക്കാമായിരുന്നു. അവളുടെ കണ്ണുകളെ എനിക്ക് ഇത്രയധികം ഭയമായിരുന്നെങ്കിൽ പിന്നെ അവളെ പ്രണയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് ആർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ വലിയ കണ്ണുകളെക്കുറിച്ചുള്ള ചിന്ത മാത്രം
എന്നെ വല്ലാതെ വിയർപ്പിച്ചു. അവളുടെ കണ്ണുകളെക്കുറിച്ച് ചിന്തിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചുവോ അത്രയും അവളുടെ കണ്ണുകളെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അത് എന്നിൽ കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കി. ഓരോ നിമിഷം കഴിയുന്തോറും എൻ്റെ ശരീരത്തിന് ക്രമേണ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ശരീര താപനില സാധാരണ നിലയിലാക്കാൻ ഞാൻ എൻ്റെ കൈപ്പത്തികൾ ഒരുമിച്ച് ഉരസി ചൂടുപിടിപ്പിച്ചു. ശരീര താപനില നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ, തണുപ്പ് അസഹനീയമായപ്പോൾ അവളുടെ കണ്ണുകളെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഏറ്റവും വലിയ ആശങ്കയായിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ അവൾക്ക് മുന്നിൽ എൻ്റെ പ്രണയം പ്രകടിപ്പിക്കാൻ പോയി ഞാൻ പേടിച്ച് ബോധരഹിതനാകുമെന്നതായിരുന്നു. കാര്യമായി പറഞ്ഞാൽ, കോളേജിലെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ കളിയാക്കലിന് പാത്രമാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഒന്നാമതായി, പെൺകുട്ടി എന്നെ തീർച്ചയായും നിരസിക്കും. തുടർന്ന് എൻ്റെ ബാച്ച്മേറ്റ്സിൽ നിന്ന് ജീവിതകാലം മുഴുവൻ അപമാനം നേരിടേണ്ടി വരും. ഒരാളോട് തൻ്റെ വികാരങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യമായിരിക്കുമതെന്ന് ഞാൻ ഊഹിച്ചു. ആ ഭയാനകമായ ചിന്തകൾ ഉണ്ടായിരുന്നിട്ടും ആ നിമിഷം എനിക്കത് അസാധ്യമായൊരു ദൗത്യമായി തോന്നിയെങ്കിലും പദ്ധതിയുടെ ഗതി പിന്തുടരാൻ ഞാൻ ദൃഢനിശ്ചയത്തിലായിരുന്നു. അധികം വൈകാതെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഓരോരുത്തരായി ക്ലാസ്സുകളിലേക്ക് എത്തി. ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ ഒരു അനുസരണയുള്ള വിദ്യാർത്ഥിയായി ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് കുറച്ചുപേർ അത്ഭുതപ്പെട്ടു. പക്ഷേ അന്നേ ദിവസം അത്തരം കാര്യങ്ങളൊന്നും എന്നെ അലട്ടിയില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ കാത്തിരുന്ന പെൺകുട്ടിയിലായിരുന്നു. ഒടുവിൽ അവളുടെ സുഹൃത്തുക്കളുടെ സംഘം ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു. അവളെ ഒരു നോക്ക് കാണാൻ എൻ്റെ ഹൃദയം നെഞ്ചിലിടിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ അവൾ ഉണ്ടായിരുന്നില്ല. സാധാരണയായി അവൾ എപ്പോഴും കൂട്ടുകാരുമായിട്ടായിരിക്കും കോളേജിൽ വരാറുള്ളത്. പക്ഷേ അന്നേ ദിവസം ആ കൂട്ടത്തിൽ അവളുടെ അസാന്നിധ്യം എന്നെ കുറച്ചൊന്നുലച്ചു. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. അതേസമയം ആദ്യത്തെ പീരീഡ് ആരംഭിച്ചു. ക്ലാസ് മുഴുവൻ ഞാൻ അക്ഷമയോടെ സീറ്റിന്റെ അരികിലിരുന്ന് ഡെസ്കിനടിയിൽ കാൽ വിറപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകൾ അധ്യാപകനിലേക്കല്ല, ക്ലാസ് പ്രവേശന കവാടത്തിലായിരുന്നു. എന്നിരുന്നാലും ആദ്യത്തെ ക്ലാസിന്റെ അവസാനത്തോടെ അവളുടെ വരവിനെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ മങ്ങി. തുടർന്നുള്ള ക്ലാസ്സുകളിലൊന്നും അവൾ വരാതിരുന്നപ്പോൾ എനിക്ക് അക്ഷമയായി. കോളേജിലെ ദിവസം മുഴുവൻ അവളെ കാത്തിരുന്ന് പാഴായി. പക്ഷേ അവളുടെ ഒരടയാളവും ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ അവളുടെ അസാന്നിധ്യത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇനി ആരോട് ചോദിക്കും? അവൾ വരാത്തതിന്റെ കാരണം എനിക്കെങ്ങനെ അറിയാം? എല്ലാ ദിവസവും അവളെ കാണാൻ സാധിച്ചിട്ട് ഇന്നാണോ അവൾക്ക് വരാതിരിക്കാൻ തോന്നിയത്? ഞാൻ നിസ്സഹായനായി ആലോചിച്ചു. സാവധാനം എൻ്റെ പരിഭ്രാന്തി നിരാശയായി മാറി. നമ്മുടെ വികാരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അത്ഭുതകരമാണ്. ഒരു നിമിഷം എനിക്ക് അങ്ങേയറ്റം അസ്വസ്ഥത തോന്നി. അത് അടുത്ത നിമിഷം അഗാധമായ ദുഃഖമായി മാറി. മനസ്സില്ലാ മനസ്സോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരുപാട് കാലത്തിന് ശേഷം ഒടുവിൽ എൻ്റെ വികാരങ്ങൾ അവളെ അറിയിക്കാൻ എനിക്ക് ധൈര്യം ലഭിച്ചു. പക്ഷെ അവളെ എവിടെയും കണ്ടില്ല. എൻ്റെ വിധി ഇങ്ങനെയായി. ദൈവം എന്നോട് ഇതിലും ദയ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. സ്വയം വെറുക്കുകയും എൻ്റെ ഭാഗ്യത്തെ ശപിക്കുകയും ചെയ്ത ശേഷം എങ്ങനെയെങ്കിലും അവളോട് സംസാരിക്കാൻ ഞാൻ കൂടുതൽ ദൃഢനിശ്ചയം ചെയ്തു. അവളെ സമീപിക്കാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. പെട്ടെന്ന് ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചു. ഫോണിൽ കൂടി എന്തുകൊണ്ടിത് ചെയ്തുകൂടാ? ആ ചിന്തയിൽ എൻ്റെ മുഖം പൂർണ്ണമായി പ്രകാശിച്ചു. എന്തുകൊണ്ട് എനിക്ക് ഈ പ്ലാൻ മുൻപ് തോന്നിയില്ല? ഞാൻ ചിന്തിച്ചു. എൻ്റെ മുൻപത്തെ പ്ലാൻ ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ല. പക്ഷേ അതേ കാര്യം എന്നെ മികച്ച മറ്റൊരാശയത്തിലേക്ക് നയിച്ചു. എനിക്ക് അതിലും സന്തോഷിക്കാൻ കഴിയുമായിരുന്നില്ല. പഴയ പദ്ധതി ഉപേക്ഷിച്ച് ഒരു പുതിയ തന്ത്രം ആവിഷ്കരിക്കേണ്ടി വന്നു. കൂടുതൽ ചിന്തിക്കാതെ ഞാൻ പുതിയ പദ്ധതി തയ്യാറാക്കി. ഇതാണ് പദ്ധതി. ഇത് ശൈത്യകാലമാണ്. എന്നിരുന്നാലും കാലാവസ്ഥ അത്ര തണുപ്പുള്ളതല്ല. ഒരുപക്ഷെ അവൾ വൈകുന്നേരം സെൻഷ്വൽ ബോളിവുഡ് ഈണങ്ങൾക്ക് മൂളിപ്പാട്ട് പാടി മുടി അഴിച്ചിടുമായിരിക്കും. അതിന്റെ ഫലമായി അവളുടെ മാനസികാവസ്ഥ തീർച്ചയായും റൊമാൻറ്റിക് ആയിരിക്കും. ആ നിമിഷം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലക്ഷ്യത്തിലെത്തും. അവൾ എന്നോട് യെസ് പറയാൻ സാധ്യത കൂടുതൽ എൻ്റെ ഭാഗത്തായിരിക്കും. ഒരു ശൈത്യകാല സന്ധ്യയിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ധാരണ. പെൺകുട്ടികൾ വളരെ റൊമാൻറ്റിക് ജീവികളാണെന്നും ഒഴിവു സമയങ്ങളിൽ അവർ മുടിയഴിച്ചിട്ട് റൊമാൻറ്റിക് ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നും സിനിമകളിൽ നിന്ന് ഞാനൊരു വിശ്വാസം നേടിയിരുന്നു. എന്തായാലും പദ്ധതി എനിക്ക് അതിശയകരമായി തോന്നി. പഴയ പദ്ധതിയേക്കാൾ മികച്ചതാണ് ഫോണിൽ അവളെ പ്രപ്പോസ് ചെയ്യുന്നത് എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. സന്തോഷവാനായി ഞാൻ വീട്ടിലെത്തി. അവളുടെ വലിയ കണ്ണുകളെക്കുറിച്ച് ആകുലപ്പെടാതെ ഞാൻ സന്തോഷത്തോടെ വൈകുന്നേരം വരെ മണിക്കൂറുകൾ എണ്ണി. വൈകുന്നേരത്തിന് തൊട്ടുമുൻപ് വീട്ടിൽ നിന്ന് അവളെ വിളിക്കുന്നത് അത്ര മികച്ചതായി തോന്നിയില്ല. കാരണം സ്വകാര്യതയ്ക്ക് അത് മതിയായിരുന്നില്ല. കൂട്ടുകാരന്റെ വീട്ടിൽ പഠിക്കാനാണെന്ന് അമ്മയോട് കള്ളം പറഞ്ഞ് ഞാൻ എൻ്റെ കോളേജ് ബാഗും എടുത്ത് വീടിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് ഓട്ടി. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരുന്നു അപ്പോൾ. ഞാൻ പാർക്കിലെത്തിയപ്പോൾ ശൈത്യകാലമായിരുന്നതിനാൽ സൂര്യൻ നേരത്തെ അസ്തമിച്ചിരുന്നു. ആകാശം ഇരുണ്ടിരുന്നു.
പാർക്കിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ഒഴിഞ്ഞ ബെഞ്ച് ഞാൻ കണ്ടു. ഉടൻ തന്നെ ഞാൻ അതിലേക്ക് പാഞ്ഞെടുത്തു. ബാഗ് അതിലിട്ട് ഞാൻ ഇരുന്നു. അന്നത്തെ ഉത്കണ്ഠ കാരണം ഞാൻ കുറച്ച് വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് കണ്ണടച്ച് കുറച്ച് ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കി. അവളെ വിളിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ധൃതിയിൽ മൊബൈൽ ഫോണിനായി കൈ നീട്ടിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ഓ ഷിറ്റ്! ഈ തിരക്കിനിടയിൽ അവളുടെ ഫോൺ നമ്പർ ഓർമ്മയിൽ നിന്ന് പൂർണ്ണമായും പോയല്ലോ. എനിക്കെങ്ങനെ ഇത് മറക്കാൻ കഴിഞ്ഞു? ഞാൻ എത്ര വലിയ വിഡ്ഢിയാണ്! ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കാൻ കുറച്ച് വഴികളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. അവസാനം ഒരു പൊതു സുഹൃത്തിനോട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും കാരണവശാൽ അവൻ വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്പർ തരാൻ വിസമ്മതിച്ചാൽ എന്റെ ഉദ്ദേശം സത്യസന്ധമായി പറഞ്ഞ് അവന്റെ ദയക്കായി യാചിക്കാമെന്നും ഞാൻ കരുതി. അങ്ങനെ ഞാൻ ആ സുഹൃത്തിനെ വിളിച്ച് അവളുടെ ഫോൺ നമ്പർ ചോദിച്ചു. അവൻ ഫോൺ നമ്പർ മെസ്സേജ് ചെയ്യുന്നതിന് പകരം വായിച്ചു തന്നാലോ എന്ന് കരുതി ഞാൻ ബാഗിൽ നിന്ന് ഒരു പേനയും പേപ്പർ കഷ്ണവും എടുത്ത് കയ്യിൽ കരുതി. രസകരമെന്ന് പറയട്ടെ, അവൻ ചെയ്തത് അതുതന്നെയായിരുന്നു. അവൻ ഫോണിൽ നിന്ന് അവളുടെ നമ്പർ വായിച്ചു തന്നപ്പോൾ ഞാൻ അത് പേപ്പറിൽ കുറിച്ചെടുത്തു. അവളുടെ നമ്പർ കിട്ടിയപ്പോൾ ഫോൺ നമ്പർ ചോദിച്ചതിന്റെ കാരണം തുറന്നു പറയാൻ ഞാൻ പൂർണ്ണമായി തയ്യാറായി. എന്നാൽ ഞെട്ടലോടെ അവൻ എന്നോടൊന്നും ചോദിക്കാതെ ഫോൺ വെച്ചു. എനിക്ക് കുറച്ച് ആശയക്കുഴപ്പമുണ്ടായി. എന്തായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശരിയായ സമയമായിരുന്നില്ല അത്. അതുകൊണ്ട് ഞാൻ അത് അവഗണിച്ചു. ഞാൻ നേരത്തെ കുറിച്ച പേപ്പറിൽ നിന്ന് അവളുടെ നമ്പർ വേഗത്തിൽ ഡയൽ ചെയ്യാൻ തുടങ്ങി. അവളുടെ ഫോൺ നമ്പറിന്റെ പകുതി അക്കങ്ങൾ ഡയൽ ചെയ്തപ്പോൾ എന്റെ മൊബൈൽ സ്ക്രീനിൽ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. അവളുടെ പേരിൽ സേവ് ചെയ്തിരുന്ന അവളുടെ ഫോൺ നമ്പർ എന്റെ മൊബൈൽ സ്ക്രീനിന്റെ മുകളിൽ ഓട്ടോ സജസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ഞെട്ടലോടെ വായും തുറന്ന് അത്ഭുതപ്പെട്ടു. ഞാൻ 2 വർഷം പിന്നിലേക്ക് യാത്ര ചെയ്തു.